സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്ന് ഇന്ത്യയുടെ രാഷ്ട്രരൂപീകരണമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു നേഷൻ ബിൽഡിംഗ് പ്രോസസ്സ്. ആ രാഷ്ട്രരൂപീകരണ പ്രക്രിയയിൽ നമുക്ക് വിഭജനം കാണാം. വിഭജനത്തിന് ഇന്ത്യ നേരിട്ട രീതിയുണ്ട്. ഇന്ത്യ ആ വിഭജനത്തെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ളത്, ഡിസ്പ്ലേസ്മെൻറ്റിനെ എങ്ങനെ നേരിട്ടു എന്നുള്ളത്, അതുപോലെ പിന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പോലെയുള്ള പ്രക്രിയ അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയെ എങ്ങനെ ഇന്ത്യ സ്വീകരിച്ചു. ഇതിലൊക്കെ ഇന്ത്യ നെഹ്റുവിയൻ അതുപോലെ ആസാദിയൻ കാലഘട്ടത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഒരു ഇൻക്ലൂസീവായ എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ നെഹ്റുവിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് പരിസരവും ആസാദിൻ്റെ ഒരു ദേശീയവാദ ചിന്തയും ഒക്കെ കലർന്ന അങ്ങനെയുള്ളൊരു കൺസ്ട്രക്റ്റീവ് ആയ ഒരു ചിന്ത ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിലും വളരെ പ്രകടമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ വലിയ അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങളോ വലിയ പ്രതിമകളോ അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് മാളുകളോ ഒന്നും അല്ല നെഹ്റുവും ഇന്ന് പ്രതിമയായി മാറിയ പട്ടേലും ആസാദും ഒക്കെ ചേർന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ നവോത്ഥാന പരിസരമുണ്ട്. ഒരുപക്ഷെ ആ പരിസരത്തിൻ്റെ നമുക്കിന്നും കാണാവുന്ന എക്സാമ്പിളാണ് IIT ഖരഗ്പൂർ, IIT-കൾ, തുടർന്ന് വന്ന IIM-കൾ, വിദ്യാഭ്യാസ NCERT പോലെയൊരു സ്ഥാപനം 1961 രൂപീകരിക്കപ്പെട്ട NCERT, അതുപോലെ എയിംസ് പോലെയൊരു സ്ഥാപനം, കാർഷിക ഗവേഷണ കൗൺസിൽ പോലെയുള്ള, ബഹിരാകാശ ഗവേഷണ സമിതി പോലെയുള്ള, ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സമിതി പോലെയുള്ള, അങ്ങനെ നെഹ്റുവിൻ്റെ ഒരു കയ്യൊപ്പില്ലാത്ത ആസാദിൻ്റെ ഒരു കയ്യൊപ്പില്ലാത്ത സ്ഥാപനങ്ങളൊന്നും ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് കിട്ടി ഇത്രയധികം വർഷങ്ങൾ പിന്നിടുമ്പോഴും നമുക്ക് ഇന്ത്യയിൽ കാണാനാവില്ല. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രനിർമ്മിതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം വിദ്യാഭ്യാസം തന്നെയായിരുന്നു. ഇന്ത്യക്ക് പറ്റിയൊരു വിദ്യാഭ്യാസം ഏതെന്നുള്ളൊരു അന്വേഷണം. ചില ആളുകൾ മെക്കാളയുടെ പ്രേതം എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും ഒരു ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസം നമുക്ക് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ നിഷേധിക്കുന്നതിൽ കാര്യമില്ല. കാരണം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വന്ന ദേശീയ സ്കൂളുകളുണ്ട്. ഇപ്പോൾ കാശി വിദ്യാപീഠം പോലെയുള്ള സ്കൂളുകൾ, ജാമിയ മിലിയ പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ബനാറസ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള ദേശീയ ചിന്തയിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നൊരു വിദ്യാഭ്യാസ അതിൻ്റെ ഒരു പരിസരം നമുക്കുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് നെഹ്റുവും ആസാദും ചേർന്നിട്ട് ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കുന്നത്. നമുക്കറിയാം, ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയി വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. തുടർന്ന് ഇങ്ങോട്ട് നമുക്ക് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് പ്രത്യേകമായിട്ടുള്ള, ഇത് ഉന്നത വിദ്യാഭ്യാസത്തിനാണ് രാധാകൃഷ്ണൻ കമ്മീഷനെങ്കിൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് നമ്മൾ മുതലിയാർ കമ്മീഷനെ കാണുന്നു. പിന്നെ സമഗ്രമായി വിദ്യാഭ്യാസത്തെ കണ്ട ഒരു പക്ഷേ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നൊക്കെ പറയാവുന്ന കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിനെ നമ്മൾ കാണുന്നു. ഒരു പക്ഷേ ഇന്നുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നുള്ള സ്ട്രക്ചറിനോടും സാമൂഹ്യ നീതി ഒക്കെ ഒട്ടൊക്കെ ഇന്ന് വിദ്യാഭ്യാസത്തിൽ അവസാനമായി നിലനിൽക്കുന്ന സാമൂഹ്യ നീതി സമത്വാധിഷ്ഠിത സങ്കല്പങ്ങളോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന കുറേയേറെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിനോടാണ്. അങ്ങനെ നീളുന്ന ഒരു വിദ്യാഭ്യാസ പരിസരം നമുക്കുണ്ട്. അതാണ് ഒരു സൗജന്യ നിർബന്ധിത ലിബറൽ വിദ്യാഭ്യാസത്തിൻ്റെ, സാമൂഹ്യനീതി സമത്വാധിഷ്ഠിത സ്വാതന്ത്ര്യ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ധാരയാണിത്. അപ്പോൾ ആ ധാരയാണ് ഇന്ത്യയെ സൃഷ്ടിച്ചത്. ആ ധാരയാണ് ഇന്ത്യ എന്ന ആശയത്തെ സൃഷ്ടിച്ചത്. ഒരുപക്ഷെ ഇന്ത്യ എന്ന സമൂഹത്തെ, ഇന്ത്യ എന്ന രാഷ്ട്രത്തെക്കാളുപരി ഇന്ത്യ എന്ന് പറയുന്ന സമൂഹത്തെ സൃഷ്ടിച്ചത് ഈ വരുന്ന ധാരയാണ്. പക്ഷെ വളരെ അപകടകരമായി സമാന്തരമായി മറ്റൊരു ധാര ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് RSSൻ്റെ രൂപീകരണം കാലഘട്ടം മുതൽ 1925 RSS രൂപീകരിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ ഒരു മതാധിഷ്ഠിത വിദ്യാഭ്യാസ ധാര ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. 1946 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗീത സ്കൂൾ. 1946 ഈ ഗോൾവൾക്കർ, അവരുടെ RSSൻ്റെ രണ്ടാമത്തെ സർസംഘചാലകായ, അവർ ഗുരുജി എന്ന് വിളിക്കുന്ന MS ഗോൾവൾക്കറിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ സ്കൂള് അവർ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ആരംഭിക്കുകയാണ്. പക്ഷേ 1946 ഇവർ ഈ ആദ്യത്തെ സ്കൂള് തുടങ്ങി അതിനൊരു പാഠ്യപദ്ധതിയൊക്കെ തീരുമാനിക്കുന്ന RSS ആണ്. ഇത് തുടങ്ങി 1946 ആദ്യത്തെ സ്കൂൾ തുടങ്ങിയെങ്കിലും 1948 ഗാന്ധി
വധം വരുന്നതോടുകൂടി ആർ എസ് എസിന് ആ സ്കൂള് മറ്റ് ഇടങ്ങളിലേക്ക് ആ സ്കൂളുകൾ വ്യാപിപ്പിക്കാൻ കഴിയുന്നില്ല. ആ സ്കൂൾ അതുപോലെയുള്ള ഗീതാ സ്കൂളുകൾ മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ 46 സ്കൂൾ, ഈ ഇന്ത്യയിലെ ആദ്യത്തെ ഗീതാ സ്കൂളിൽ ഗോൾവൾക്കർക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളുടെ പേര് നമ്മൾ ശ്രദ്ധിക്കണം. ഹനുമൻ പ്രസാദ് പോട്ടർ എന്ന് പറഞ്ഞ ആളാണ്. ഇദ്ദേഹത്തിന് ഇന്ത്യയുടെ ഈ RSSന്റെ അല്ലെങ്കിൽ ഒരു തീവ്ര ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള ഒരാളാണ്. കാരണം അയാളുടെ നേതൃത്വത്തിലാണ് ഗീതാ പ്രസ്, പിന്നീട് ഗീതാ പ്രസ് 1923 ആരംഭിക്കുന്നത് ഈ ഹനുമൻ പ്രസാദ് പോട്ടർ കൂടി ചേർന്നിട്ടാണ്. ഈ ഗീതാ പ്രസ്സിനും ഗീതാ സ്കൂളിനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ ഈ 46 ഈ സ്കൂൾ തുടങ്ങിയെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ സാഹചര്യം അതിനനുകൂലമല്ലായിരുന്നത് കൊണ്ട് അവർക്ക് ആ സ്കൂൾ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷെ അവർ വെയിറ്റ് ചെയ്തു. ഗാന്ധിവധത്തെ തുടർന്ന് RSSൻ്റെയും ഇവരുടെ ഹിന്ദു മഹാസഭയുടെയൊക്കെ ഒരുപാട് പ്രവർത്തകർ ജയിലിലായി. 1952 RSS നേതാവായിരുന്ന നാനാജി ദേശ്മുഖിൻ്റെ നേതൃത്വത്തിലാണ് ഗോരഖ്പൂരിൽ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ അവരുടെ ആ നിലയിലുള്ള RSSൻ്റെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയാവുന്ന സ്കൂൾ 52 രൂപമെടുക്കുകയാണ്. ഈ നാനാജി ദേശ്മുഖ്, ഗൗരവ് ദേവറസ്, പിന്നെ അങ്ങനെ 2-3 പേരുണ്ട്. RSSൻ്റെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ ഉള്ളത്. അങ്ങനെ തുടർന്ന് നമ്മൾ വളരെ ചെറിയൊരു ഘട്ടം കൊണ്ട് തന്നെ ഇവരുടെ സ്കൂളുകൾ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ ആ സ്കൂളുകൾ പ്രത്യേകിച്ചും ഒരു ഹിന്ദു മതവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സ്കൂളുകളാണ്. അതിൻ്റെ പാഠ്യപദ്ധതി പൂർണ്ണമായും മതാധിഷ്ഠിതമായിട്ടൊരു പാഠ്യപദ്ധതിയാണ്. രാവിലെ ഈ സ്കൂളുകളുടെ, ഇപ്പോഴും അന്നും ഈ സ്കൂളുകളുടെ രീതി രാവിലെ ഗണപതി വന്ദനത്തോടു കൂടിയോ സരസ്വതി വന്ദനത്തോടു കൂടിയോ തുടങ്ങുകയും വൈകുന്നേരത്ത് വന്ദേ മാതരത്തോടു കൂടി അവസാനിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ സ്കൂളുകളെക്കുറിച്ച് തനിക സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമുണ്ട്. തനിക ഈ സ്കൂളുകളിൽ പോയി ഈ സ്കൂളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആ സ്കൂളുകൾ അതുമായി ബന്ധപ്പെട്ട തനിക സർക്കാരിൻ്റെ ഒരു പ്രബന്ധം പിന്നീട് തനിക സർക്കാർ പുറത്തിറക്കുകയും ചെയ്തു. അവിടെ തനിക പറയുന്നത് ഈ സ്കൂളുകളുടെ ഒരു ഘടനയും രീതിശാസ്ത്രം എല്ലാം ജർമ്മനിയിലെ ഹിറ്റ്ലർ സ്കൂളുകളോട് താരതമ്യപ്പെടുത്താം എന്നുള്ളതാണ്. ആ ഒരു ഇൻഡോക്ട്രിനേഷൻ, അവിടെ നടക്കുന്ന ഇൻഡോക്ട്രിനേഷനെ അങ്ങനെയാണ് തനിക വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഈ സ്കൂളുകൾ നമുക്ക് പിന്നെ 90കളിലേക്ക് എത്തുമ്പോൾ ഏകദേശം ആ സ്കൂളുകളുടെ എണ്ണം ഒരു 6000 ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഈ സ്കൂളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന പ്രബന്ധക് സമിതികൾ അതാത് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. ഒരു 6000 സ്കൂളുകളിലേക്ക് ആയിട്ട് മാറുന്നു പിന്നിപ്പിൽ 90കളിൽ. BJPക്ക് ഭരണം കിട്ടിയ കാലഘട്ടം എത്തുമ്പോഴേക്കും 2000 അടുക്കുമ്പോഴേക്കും സ്കൂളുകളുടെ എണ്ണം വലിയ കുതിച്ചു ചാട്ടം ഈ സ്കൂളുകൾ ഉണ്ടാവുമ്പോഴാണ് ഇതിനു മുൻപ് 1977 ജനതാ പാർട്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഇവർക്ക് ജനസംഘത്തിന് ഒരു തുറന്ന അവസരം കിട്ടിയത് പൊളിറ്റിക്കലായിട്ടും ഔദ്യോഗിക ഇന്ത്യയുടെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടാൻ കിട്ടിയ ആദ്യത്തെ അവസരം 77 ജനതാ പാർട്ടി കാലഘട്ടത്തിലാണല്ലോ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ ഇതിനെ വിദ്യാഭാരതി എന്ന് പറയുന്ന അഖിൽ ഭാരതീയ ശിക്ഷാ സൻസ്ഥാൻ, വിദ്യാഭാരതി അഖിൽ ഭാരതീയ ശിക്ഷാ സൻസ്ഥാൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്, ചുരുക്കി വിദ്യാഭാരതി എന്ന് വിളിക്കും. അപ്പോൾ ഈ വിദ്യാഭാരതിയുടെ കീഴിലേക്ക് മുഴുവൻ സ്കൂളുകളെയും അവർ കൊണ്ടുവരുന്നുണ്ട്. അവിടെയും ഒരു കേന്ദ്രീകരണമാണ്. ഒരേ കരിക്കുലം, ഒരേ സിലബസ്, ഒരേ പാഠപുസ്തകങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ RSS സ്കൂളുകളിലേക്കും അഥവാ വിദ്യാഭാരതിയുടെ സ്കൂളുകളിലേക്കും പോകണമെന്നുള്ള നിലയിൽ വളരെ കൃത്യമായിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള നമ്മൾ സെമിറ്റിക് മതങ്ങളുടെ വിദ്യാഭ്യാസ രീതികളോട് സാദൃശ്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ഹിറ്റ്ലറൈറ്റ് സ്കൂളുകൾ, പിന്നെ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ ഇറ്റാലിയൻ സ്കൂളുകളുണ്ടായിരുന്നു. ഇറ്റലിയിൽ മുസോളിനി ആരംഭിച്ച സ്കൂളുകളുണ്ട്. ജെൻഡയിൽ, ക്രോഷെ, ഈ 2 പേർ ചേർന്ന് മുസോളിനിയുടെ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്നു ജിയോവനി ജെൻഡയിലും ക്രോഷയും. ആ ജെൻഡയിൽ ക്രോഷെ സ്കൂളുകളുടെ ഒരു മാതൃകയുണ്ട്. ആ മാതൃക സത്യത്തിൽ ഈ മാതൃക ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഈ മാതൃക അവർക്ക് കിട്ടിയത് അവർ ഇറ്റലി പോയിരുന്നു. RSSൻ്റെ പ്രൊമിനൻ്റ് ലീഡേഴ്സിൽ ഒരാളായ, ഒരുപക്ഷെ ഹെഡ്ഗേവാറിൻ്റെ ഗുരു എന്നൊക്കെ നമുക്ക് പറയാവുന്ന BS മുൻജെ 30കളിൽ, അദ്ദേഹം ഡോക്ടറാണ്,
ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ ഡോക്ടറായിരുന്ന മുൻജെ 30കളിൽ തന്നെ ഇറ്റലി പോകുന്നുണ്ട്. ഇറ്റലിയിൽ പോവുകയും ഇറ്റാലിയൻ ഫാഷിസ്റ്റ് വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചെയ്യുന്നു മുൻജെ. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് മുൻജെ ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ ആരംഭിക്കുന്നത്. ഈ നാഗ്പൂരിൽ, നാസിക്കിലും നാഗ്പൂരിലും ഉണ്ട് ഫൊൻസാല മിലിറ്ററി സ്കൂൾ. ഇന്ന് നമുക്കറിയാം, പിന്നീട് അത് വളരെ കുപ്രസിദ്ധമായി തീർന്നു ഈ സ്കൂൾ. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഈ വിദ്യാഭാരതി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഇന്ന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 32 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന 12,065 സ്കൂളുകളുള്ള വലിയൊരു വിദ്യാഭ്യാസ വ്യവസ്ഥയായി അത് മാറി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്ന. 31,58,658 കുട്ടികൾ ഔപചാരികമായിട്ട് ഫോമൽ എഡ്യൂക്കേഷനിൽ, പിന്നെ ഇൻഫോമൽ എഡ്യൂക്കേഷനിൽ 1,88,000 കുട്ടികൾ, ഒരു 12,065 സ്കൂളുകൾ, 50,000-ഓളം അധ്യാപകർ, ഇങ്ങനെയുള്ള ഒരു വലിയ മതാധിഷ്ഠിത തീവ്ര ദേശീയവാദ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബദൽ വിദ്യാഭ്യാസ ശൃംഖല. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബദൽ വിദ്യാഭ്യാസ ശൃംഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് വിദ്യാഭാരതിയാണ്. അതിന് ഇപ്പോൾ ഈ BJP ഗവൺമെൻറ് വന്നത് ഇപ്പോൾ അതിന് ഔദ്യോഗികമായ പരിവേഷം ലഭിച്ചിട്ടുണ്ട്. ഇത്തരം സ്കൂളുകളെ ചേർത്തുകൊണ്ടാണ് ഒരു നാഷണൽ ശിക്ഷാ ബോർഡ് രൂപീകരിച്ചേക്കുക, വിദ്യാഭ്യാസ മന്ത്രാലയം. ഇതുപോലെയുള്ള സ്കൂളുകൾക്ക് പതഞ്ജലിയുടെ MD ഇപ്പോൾ അടുത്ത കാലത്ത് വിവാദത്തിൽ ചാടിയ സുപ്രീം കോടതിയുടെ ചില സുപ്രീം കോടതിയുടെ പരാമർശത്തിന് വിധേയനായ ബാബ രാംദേവ് ആണ് ഈ ഭാരതീയ ശിക്ഷാ ബോർഡിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് ഔദ്യോഗിക വിദ്യാഭ്യാസം തന്നെ അനൗദ്യോഗികമായ ഹിന്ദു വിദ്യാഭ്യാസമായി മാറുന്നതിൻ്റെ ഒരു അടയാളം നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ വിദ്യാഭാരതി സ്കൂളുകൾ, പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 30 ലക്ഷത്തിലധികം കുട്ടികൾ പഠിക്കുന്ന വലിയൊരു വ്യവസ്ഥയായിട്ട് അവർ പറയുന്നത് ഏകദേശം ഇന്ത്യയിലെ 92% ജില്ലകളിലേക്ക് അവർ കടന്നെത്തിയിട്ടുണ്ടെന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, ഇന്ത്യ നേപ്പാൾ ബോർഡർ, ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ, ഇന്ത്യ മ്യാൻമർ ബോർഡർ, ഈ ബോർഡർ മേഖലകളിലൊക്കെ അവരുടെ 100 കണക്കിന് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിദ്യാഭാരതിയുടെ സ്കൂളുകളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും അവസാനമായി 100 സൈനിക സ്കൂളുകൾക്ക്, സ്വകാര്യ മേഖലയിൽ കോർപ്പറേറ്റുകൾക്ക്, RSSന് 100 സൈനിക സ്കൂളുകൾ തുടങ്ങാനുള്ള പെർമിഷൻ ഗവൺമെൻറ് നൽകിയതിൽ 40 സ്കൂളുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിലെ 7 സ്കൂളുകൾ കിട്ടിയിരിക്കുന്ന വിദ്യാഭാരതിക്കാണ്. ഇന്ത്യയിലെ സൈനിക സ്കൂളുകൾ തുടങ്ങാൻ സ്വകാര്യ വിദ്യാലയങ്ങളെ ചരിത്രത്തിൽ ആദ്യമായി ഗവൺമെൻറ് തീരുമാനിച്ചതിൽ 7 സ്കൂളുകൾ കിട്ടിയിരിക്കുന്ന വിദ്യാഭാരതിക്കാണ്. അപ്പോൾ അത്തരത്തിൽ വിപുലമായ ഒരു ബദൽ വിദ്യാഭ്യാസ ശൃംഖലയായി ഈ RSSൻ്റെ വിദ്യാഭാരതിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ 70 വർഷത്തെ അല്ലെങ്കിൽ 75 വർഷത്തെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സമാന്തരമായി പോകുന്ന ഈ തീവ്ര രാഷ്ട്രീയത്തിൻ്റെ, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ, തീവ്ര ദേശീയവാദ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ സ്കൂളുകളാണ് ഇത്തരം സ്കൂളുകൾ. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്ന കേരളം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നൊരിടമല്ല. കേരളത്തിൽ 500-ലധികം സ്കൂളുകൾ വിദ്യാഭാരതിക്കുണ്ട്. പക്ഷെ പേര് വിദ്യാഭാരതി എന്നല്ല എന്ന് മാത്രം. കേരളത്തിൽ അതിൻ്റെ പേര് വിദ്യാനികേതൻ എന്നാണ്. അപ്പോൾ വിദ്യാനികേതൻ എന്നുള്ള പേരിലാണ് കേരളത്തിൽ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്രയധികം വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്കി ഇതിനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്ന ഹിന്ദുത്വത്തോട് പ്രതിബദ്ധതയുള്ള ദേശസ്നേഹികളായ ആളുകളെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. കരിക്കുലം, സിലബസ്, പുസ്തകങ്ങളൊക്കെ തീരുമാനിക്കുന്നത് RSSആണ്. RSS എന്ന് പറയുമ്പോൾ വിദ്യാഭാരതിയുടെ മുൻ സെക്രട്ടറിയുടെ പേര് നമുക്കെല്ലാം അറിയാം, വളരെ സുപരിചിതമായ പേരാണ്, ദീനാനാഥ് ബത്രയാണത്. ഈ ദീനാനാഥ് ബത്ര എന്ന് പറയുന്ന ആൾ വിദ്യാഭാരതിയുടെ മുൻ സെക്രട്ടറിയാണ്. അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഗുരുവാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ. ഗുജറാത്തിലെ പാഠപുസ്തകങ്ങൾ എഴുതുന്നതിൻ്റെ മുൻപിലുണ്ടായിരുന്ന ആൾ ഈ ദീനാനാഥ് ബത്രയാണ്. അപ്പോൾ നമുക്കറിയാം ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു വിമോചനത്തിൻ്റെ ഉപാധിയാണ്. അപ്പോൾ ബൃഹത്ത് പറയുന്നുണ്ട്, പട്ടടയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തൻ ഒരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തു. നമ്മളൊരു കാലഘട്ടത്തിൽ പാടിയ പാട്ടാണ്. പക്ഷെ ഇവിടെ പുസ്തകം തന്നെ, ഇതേ പുസ്തകം
അന്യൻ്റെ നേരെ അപര മതവിദ്വേഷത്തിൻ്റെ അപരവൽക്കരണത്തിൻ്റെ കത്തിമുനയായി തെരുവുകളിലൂടെ രക്തം തേടി നടക്കുന്നതിന് നമ്മൾ സാക്ഷികളാവുകയാണ്. എങ്ങനെയാണ് കരിക്കുലം? ഇപ്പോൾ സത്യത്തിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ മുഹമ്മദ് അഖ്ലാഖിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നു, ഗോവിന്ദ് പൻസാരെക്കുറിച്ചും ദബോൽക്കറിനെക്കുറിച്ചും ഗൗരിയെക്കുറിച്ചും കൽബുർഗിയെക്കുറിച്ചും നമ്മൾ പറയുന്നു. ഇന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കിരയായി മരിക്കുന്ന പരശതം മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യയശാസ്ത്ര പരിസരം വളരെ മുൻപ് തന്നെ വിതയ്ക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാംസ്കാരിക പരിസരവും. അപ്പം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 40കൾ മുതൽ തന്നെ തുടർന്നു വരുന്ന ഈ സമാന്തരമായി നീളുന്ന ഒരു വിദ്യാഭ്യാസ പരിസരമാണ് ഈ ആൾക്കൂട്ട. സാമൂഹ്യശാസ്ത്രജ്ഞർ പഠിക്കേണ്ട വിഷയമാണ് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായതിൽ ഇന്ത്യൻ വിദ്യാഭ്യാസം, ഈ ബദൽ വിദ്യാഭ്യാസം, ഈ ഞാൻ പറഞ്ഞ ഈ വിദ്യാഭാരതി അടക്കമുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, അതിനെ വിദ്യാഭ്യാസം എന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആ പ്രക്രിയയെ. അപ്പോൾ അതാണ് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളിലേക്ക് നയിച്ചതിൽ പാഠ്യപദ്ധതിയുടെ റോൾ, പാഠപുസ്തകങ്ങളുടെ റോൾ നമ്മൾ കാണേണ്ടതുണ്ട്. 2000-ലാണ് ഈ രജപുത്ത് എന്ന് പറയുന്ന അദ്ദേഹം NCERT ഡയറക്ടറാണ്. NCERT ഡയറക്ടർ രജപുത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഡീടോക്സിഫൈഡ് കരിക്കുലം ഇന്ത്യയിൽ വ്യാപകമാക്കപ്പെടുന്ന 2000-ലാണ്. പക്ഷെ അവർക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം ഗവൺമെൻറ് ചേഞ്ച് ചെയ്തു പിന്നീട്. പക്ഷെ അന്ന് വിതച്ച വിത്തുകളാണ് ഇന്ന് വലിയ മരങ്ങളായി ഈ മാറിയതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് നമ്മൾ ഒരു ധാരയാണ് നമ്മളിപ്പോൾ പറഞ്ഞതെങ്കിൽ, ഇതൊരു പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ബദൽ ധാരയാണ്. മതാധിഷ്ഠിത ദേശീയവാദാധിഷ്ഠിത ധാരയാണെങ്കിൽ, ദേശീയവാദം എന്നല്ല, അതിനെ അഗ്രസീവ് നാഷണാലിസം എന്നാണ് വിളിക്കേണ്ടത്. അതിതീവ്ര ദേശീയവാദവും മതവിദ്വേഷവും തന്നെയാണ്. കാരണം ഈ പുസ്തകങ്ങളെല്ലാം പറയുന്നത്, ഇതിൻ്റെ ബോധ്മാല സീരീസ് ആണ്, ഇവരുടെ പുസ്തകങ്ങൾ അടിക്കുന്നത് ഹരിയാനയിൽ നിന്നാണ്. ആ സീരീസിൽ മുഴുവൻ, ആ സീരീസിലെ ചില എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഇത് പുസ്തകങ്ങളാണോ എന്ന് സംശയിച്ചു പോകും. കാരണം അത്തരത്തിൽ ഇസ്ലാമിനെതിരെ, ക്രിസ്ത്യാനിറ്റിക്കെതിരെ, മറ്റ് മതവിശ്വാസങ്ങൾക്കെതിരെയുള്ള പ്രകടമായ പരാമർശങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഉത്തർപ്രദേശിലൊരു ടീച്ചർ പിന്നെ വായിക്കാനറിയാത്ത കുട്ടിയെ എതിർ മതവിശ്വാസിയെ കൊണ്ട് തല്ലിക്കുന്നതൊക്കെ നമ്മൾ പൊതുവിദ്യാഭ്യാസത്തിൽ തന്നെ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ നിലയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സൈനിക സ്കൂളുകളുടെ ഒരു ചരിത്രം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയണം. 1937-ലാണ് ഈ BS മുൻജെ, ഞാൻ നേരത്തെ മുൻജയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം സ്ഥാപിച്ച ഈ ഫൊൻസാല മിലിറ്ററി സ്കൂൾ, ഇന്ത്യയിലെ ആദ്യത്തെ മിലിറ്ററി സ്കൂൾ, സ്വകാര്യ മേഖലയിലെ മിലിറ്ററി സ്കൂളാണ്. അപ്പോൾ ഈ മിലിറ്ററി സ്കൂൾ, അദ്ദേഹം ബ്രിട്ടീഷ് സർവീസിൽ ഡോക്ടറായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരോടുള്ള RSSൻ്റെ ഹിന്ദു മഹാസഭയുടെയൊക്കെ സമീപനം നമുക്കറിയാവുന്നതാണ്. ബ്രിട്ടീഷ് ഭരണത്തോട് ശ്യാമപ്രസാദ് മുഖർജിയും ദീൻദയാൽ ഉപാധ്യായും ഒക്കെ സ്വീകരിച്ചിരുന്ന സമീപനം, സവർക്കർ അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചിരുന്ന സമീപനമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സൈനിക പുനരുജ്ജീവനം, ഈ സൈന്യത്തെ മതവൽക്കരിക്കുക, മതത്തെ സൈനികവൽക്കരിക്കുക, അങ്ങനെ ഒരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ് ഈ ഒരു സൈനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഫൊൻസാല ഈ മിലിറ്ററി സ്കൂൾ സ്ഥാപിച്ചു. ഇറ്റലിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഹിന്ദു മിലിറ്ററി എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉണ്ട്, സെൻട്രൽ ഹിന്ദു മിലിറ്ററി എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. ഇത് സത്യത്തിൽ RSSൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നില്ല മുൻജെ മരിക്കുന്നത് വരെ. BS മുൻജെ മരിച്ചതിന് ശേഷം ഈ സ്കൂൾ RSS ഏറ്റെടുത്തു. RSS ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യയിൽ 2 ഈ ഫൊൻസാല മിലിറ്ററി സ്കൂളുണ്ട്. ഒന്ന് നാസിക്കിലും മറ്റൊന്ന് പ്രവർത്തിക്കുന്നത് നാഗ്പൂരിലുമാണ്. നാഗ്പൂരിലും നാസിക്കിലുമായിട്ട് മിലിറ്ററി സ്കൂളുകളുണ്ട്. അപ്പോൾ അവിടെ മിലിറ്ററി പ്രാക്ടീസ് കൊടുക്കുന്നത്, ഇവിടുത്തെ ഒരു പരിശീലന പദ്ധതി സാധാരണ സൈനിക സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മതാധിഷ്ഠിത ഭഗവത്ഗീതയും ഹിന്ദു പുരാണങ്ങളും ഹിന്ദു ഇതിഹാസങ്ങളും കൂടി ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് യോഗ അടക്കമുള്ള വേദിക് മാത്തമാറ്റിക്സ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ ഒരു സൈനിക സ്കൂൾ വരുന്നത് ഇവരുടെ സർസംഘചാലകായിരുന്ന രാജേന്ദ്ര സിംഗിൻ്റെ, രാജു ഭയ്യ എന്ന് വിളിക്കുന്ന രാജേന്ദ്ര സിംഗിൻ്റെ നേതൃത്വത്തിലല്ല, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈനിക സ്കൂള് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു കാലമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പം 3 സൈനിക സ്കൂളുകൾ, ഈ BJP സൈനിക സ്കൂളുകൾ വിദ്യാഭ്യാസം സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലുണ്ട് ഈ 3 സൈനിക സ്കൂളുകൾ.
അപ്പോൾ ഇത് ഇപ്പോൾ വന്ന 100 സൈനിക സ്കൂളുകൾ തുടങ്ങാനുള്ള തീരുമാനം നമ്മളിതിനോട് ചേർത്ത് വായിക്കണം. ഇതിൽ 40 സ്കൂളുകൾ നൽകപ്പെട്ടിരിക്കുന്നതിൽ അദാനിയുണ്ട്. ഗൗതം അദാനിയുടെ ഇവരുടെ വലിയ സാമ്പത്തിക സ്രോതസ്സായി വിശേഷിപ്പിക്കപ്പെടുന്ന ഗൗതം അദാനിക്ക് ആന്ധ്രാപ്രദേശിലെ പോർട്ടിനോട് ചേർന്നിട്ട്, വിശാഖപട്ടണത്തെ പോർട്ടിനോട് ചേർന്നിട്ട് ഒരു സ്കൂൾ അദാനിക്ക് കൊടുത്തിട്ടുണ്ട്. ബാബറി മസ്ജിദിൻ്റെ തകർക്കലിന് ഉത്തരവാദിയായ നമ്മൾ പറയുന്ന സ്വാതി റിതംബര, നമുക്കെല്ലാം അറിയാവുന്ന സ്വാതി റിതംബരയുടെ പേർക്ക് ഒരു സ്കൂൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി മുഴുവൻ സ്കൂളുകളും, ഈ 40 സ്കൂളുകളും നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ BJP MP-മാർക്കോ MLA-മാർക്കോ ഒക്കെയാണ്. ഈ 40 സ്കൂളുകളും. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം, ഇതിൽ 2 സ്കൂളുകൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഈ കോഴിക്കോട് ജില്ലയിൽ മലാപ്പറമ്പിൽ വ്യാസ വിദ്യാപീഠം എന്ന് പറയുന്ന സ്ഥാപനത്തിന് സൈനിക സ്കൂൾ തുടങ്ങാൻ അനുമതി കൊടുത്തിരിക്കുക. അത് വിദ്യാനികേതൻ്റെ കീഴിലുള്ള, വിദ്യാഭാരതിയുടെ കീഴിലുള്ള സ്കൂളാണ്. കേരളത്തിലെ തന്നെ 2ാമത്തെ സ്കൂള്, സൈനിക സ്കൂളിന് പെർമിഷൻ കൊടുത്തിരിക്കുന്ന സ്കൂള് ആദിശങ്കര സ്കൂളാണ്. കാലടിയിലുള്ള, എറണാകുളത്ത് കാലടിയിലുള്ള ആദിശങ്കര സ്കൂളാണ്. അപ്പോൾ കേരളത്തിൽ പോലും നമ്മൾ ഈ പ്രബുദ്ധമെന്ന് പറയുന്ന, മതേതരമെന്നോ മതസമന്വയ ജീവിതത്തിൻ്റെ ഇടമെന്നോ ഒക്കെ പറയുന്ന കേരളത്തിൽ പോലും വിദ്യാഭാരതിക്ക് എത്രയോ സ്കൂളുകളുണ്ട്. 2 സൈനിക സ്കൂളുകൾ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് തരം വിദ്യാഭ്യാസമായിരിക്കും ഈ സൈനിക സ്കൂളുകളിൽ നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളത് ആരാണ് ചെക്ക് ചെയ്യുന്നത്? ഏത് ഏജൻസിയാണ് സൈനിക സ്കൂളുകൾ? സത്യത്തിൽ ഇന്ത്യയിലെ സൈനിക സ്കൂളുകൾ എന്തിനാണ് തുടങ്ങിയത്? സൈനിക സ്കൂളുകൾ തുടങ്ങുന്നത് നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, നെഹ്റുവിൻ്റെ ഉപദേശാനുസരണം മലയാളിയായ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനാണ് 1961 ചൈന യുദ്ധകാലത്തിന് തൊട്ട് മുമ്പാണ് സൈനിക സ്കൂളുകൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഈ നാട്ടും പുറത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക്, വിദൂര മേഖലകളിൽ നിന്നുള്ള ചെറുപ്പക്കാർക്ക്, അതുപോലെ സാമൂഹ്യമായി സൈഡ് ലൈൻ ചെയ്യപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സൈനിക വിദ്യാഭ്യാസത്തിലേക്ക്, NDAയിലേക്കും നേവൽ അക്കാഡമിയിലേക്കും കടന്നു വരാനും ഉന്നത സൈനിക മേഖലയിൽ എത്താനും വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് സൈനിക സ്കൂളുകൾ VK കൃഷ്ണമേനോൻ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയാണ് സൈനിക സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നതും. സൈനിക സ്കൂളുകളിൽ നിന്നുള്ള എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സൈന്യത്തിൻ്റെ വളരെ ഉന്നത മേഖലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതൊന്നും തന്നെ മതപരമായ തരത്തിലല്ല. ഇന്ത്യയിലെ സൈനിക സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസ ധാരയുടെ ഭാഗമായ സ്കൂളുകളാണ്. സെക്കുലർ എഡ്യൂക്കേഷനാണ് ആ സൈനിക സ്കൂളുകളിൽ നൽകുന്നത്. പക്ഷേ ഈ മതപരമായി സൈനിക സ്കൂളുകൾ വിദ്യാഭാരതി പോലെയുള്ള ഒരു ഏജൻസിക്ക് നടത്തുമ്പോൾ സൈന്യം, ഇന്ത്യൻ സൈന്യം, നമ്മൾ പറയുന്ന ഇപ്പോഴും സെക്കുലർ എന്ന് പറയുന്ന ഇന്ത്യൻ സൈന്യത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മതവിശ്വാസത്തെ റെജിമെൻ്റലാക്കുക. സെമിറ്റിക് മതങ്ങളുടെ ഘടനയിൽ ഹിന്ദു മതത്തെ, നമ്മൾ പറയുന്ന ആഘോഷങ്ങളുടെ വൈവിധ്യത്തിൻ്റെയൊക്കെ ആഘോഷഭൂമികയായിട്ടുള്ള ഹിന്ദു മതത്തെ സെമിറ്റിസൈസ് ചെയ്യുക, റെജിമെൻ്റലൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യവും ഇതിനകത്ത് ഉണ്ടാവാം. ഈ പറഞ്ഞ സൈനിക സ്കൂളുകളുടെ കാര്യത്തിൽ ഉണ്ടാവാം. അപ്പോൾ മതവിശ്വാസവും രാഷ്ട്രവും സൈന്യവും ഒക്കെ കൂടിക്കുഴയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ പ്രയാണം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ സൂചിപ്പിക്കാം. ഈ അനൗപചാരിക, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ സൈനിക വിദ്യാഭ്യാസം, വിദ്യാഭാരതിയുടെ സ്കൂളുകൾ, ബദൽ സ്കൂളുകൾ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ മറ്റൊരു ധാരയാണ് ഈ ഗീത പ്രസ്. 1923 നമ്മൾ നേരത്തെ പറഞ്ഞ ഹനുമൻ പ്രസാദ് പോട്ടർ എന്ന ആളും അതുപോലെ ബംഗാളിയായിട്ടുള്ള വ്യവസായി, അദ്ദേഹത്തിൻ്റെ പേര് ദീൻ ദയാൽ ഗോയങ്ക എന്നാണ്. ഇവർ 2 പേരും കൂടി ചേർന്ന് തുടങ്ങിയ ഗീത പ്രസ്. അദ്ദേഹം ഒരു മാർവാടി വ്യവസായിയാണ്. ഈ മാർവാടി വ്യവസായിയും അതുപോലെ ഈ ഹനുമൻ പ്രസാദ് പോട്ടറും കൂടി ചേർന്നിട്ടാണ് ഗീത പ്രസ് 1923 ആരംഭിക്കുന്നത്. ഈ ഗീത പ്രസ് എന്ന് പറയുന്ന, ഇപ്പോൾ 1921 ഗീത പ്രസ്സിന് ഗാന്ധി സമാധാന സമ്മാനം കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് ഈ ഭഗവത്ഗീതയുടെ ഏതാണ്ട് 16.21 കോടി, 16.5 കോടി ഗീത പ്രസ് ഇതുവരെ അച്ചടിച്ച് വീടുകളിൽ എത്തിച്ചു കഴിഞ്ഞു. തുളസീദാസ് കൃതികളുടെ ഏകദേശം 12 കോടി കോപ്പികൾ അടിച്ച് എത്തിച്ചു കഴിഞ്ഞു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ. പിന്നെ പുരാണങ്ങളും ഉപനിഷത്തുകളും ഏകദേശം 2.25 കോടിയോളം എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ സനാതന ധർമ്മം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി
വളരെ നിഷ്കളങ്കമായി ആരംഭിച്ചതെന്ന് തോന്നുന്ന ഒരു ഗീതാ പ്രസ് അനൗപചാരികമായ ഒരു വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യയിൽ RSSന് ഇന്ന് BJPക്ക് ഉള്ള ഒരു വലിയ സാംസ്കാരിക പരിസരം ഒരുക്കിയതിൽ വലിയ പങ്ക് ഇവർക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഗീതാ പ്രസ്സിൻ്റെ ഒരു കാര്യം, ഗീതാ പ്രസ്സിന് ഒരു ആനുകാലികമുണ്ട്, കല്യാൺ എന്നാണ് അതിൻ്റെ പേര്. കല്യാൺ 2 ലക്ഷം കോപ്പിയാണ് കല്യാൺ എന്ന് പറഞ്ഞ ആനുകാലികത്തിൻ്റെ, പിന്നെ അവരുടെ അതിൻ്റെ വോള്യൂം 2 ലക്ഷം കോപ്പിയാണ്. അപ്പോൾ ഈ 2014 ഇലക്ഷനിൽ അവർ നേരിട്ട് തന്നെ പറയുന്നുണ്ട് ആർക്കോട്ട് ചെയ്യണം എന്ന് 2014 അവർ പറയുന്നുണ്ട്. ഗാന്ധി വധം നടക്കുമ്പോൾ ഈ ഗീതാ പ്രസ്സിൻ്റെ ഉടമസ്ഥന്മാരെ 2 പേരെ അറസ്റ്റ് ചെയ്തു. കാരണം ഗാന്ധി വധത്തിൽ അവർ നിശബ്ദരായിരുന്നു, അതർവൈസ് അവരുടെ റോൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ പ്രസിദ്ധീകരണശാലയിലുള്ള ആളുകൾ അന്ന് അറസ്റ്റിലായി, ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അന്ന് ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ബിർള, GD ബിർള ഇവരോട് പറഞ്ഞത് ഇവർ സനാതന ധർമ്മമല്ല സാത്താൻ ധർമ്മമാണ് ചെയ്യുന്നതെന്നാണ്. GD ബിർളയുടെ ഒരു കമൻ്റ് അതായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാത്താൻ ധർമ്മം ചെയ്യുന്നവരാണ് ഇവരെന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യയിൽ ഈ ആക്രമണോത്സുക ദേശീയത, നമ്മൾ പറയുന്ന അക്രാമക ദേശീയതയുടെ ഒരു സാംസ്കാരിക പരിസരം ഉണ്ടാക്കിയതിൽ ഈ ഗീതാ പ്രസിൻ്റെ റോളിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് അക്ഷയ് മുകുളിൻ്റെ ഗീതാ പ്രസ് ആൻഡ് മേക്കിംഗ് ഓഫ് ഹിന്ദു ഇന്ത്യ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ ഗീതാ പ്രസിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തെ പിന്തുടരുന്നൊരു പുസ്തകമുണ്ട്. വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു പുസ്തകമായി അക്ഷയ് മുകുളിൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഈ ഗീതാ പ്രസ് എങ്ങനെ ഇന്ത്യയിൽ ഒരു BJP ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സാംസ്കാരിക പരിസരം സൃഷ്ടിച്ചതിൽ മാത്രമല്ല, ഈ രാമജന്മഭൂമി വിഷയത്തെ കത്തിച്ചു നിർത്തിയതിൽ, ജ്വലിപ്പിച്ചു നിർത്തിയതിൽ ഇവർക്കുള്ള പങ്ക് വളരെ കൂടുതലാണ്. കാരണം 49 ഇവിടെ ഈ രാമ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന കാലം മുതൽ തന്നെ അതിനുവേണ്ടി പ്രകടമായി നിലകൊണ്ടവരാണ് ഗീതാ പ്രസിൻ്റെ ആളുകളും ഗീതാ പ്രസും. അപ്പോൾ ഈ കോടിക്കണക്കിന് വരുന്ന ഭഗവത്ഗീതയെ ഇപ്പോൾ നമ്മൾ നോക്കൂ, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് BJP ഗവൺമെൻറ് ഭഗവത്ഗീത ഇന്ത്യയിലെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ തീരുമാനമെടുത്തു. രാജസ്ഥാൻ, BJP ഭരിക്കുന്ന രാജസ്ഥാൻ, BJP ഭരിച്ചിരുന്ന കർണാടക, ഈ പുതിയ ഗവൺമെൻറ് അത് മാറ്റി. കർണാടക, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, ഗുജറാത്തിൽ നേരത്തെ തന്നെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹിന്ദു മതഗ്രന്ഥത്തെ മതേതര ഗ്രന്ഥമെന്ന നിലയിൽ മാറ്റി തീർക്കുന്നതിൽ ഗീതാ പ്രസ് വിജയിച്ചു എന്നുള്ളതാണ്. കാരണം മുസ്ലിം വീടുകളിലും മറ്റ് മതവിശ്വാസികളുടെ വീടുകളിൽ പോലും ഈ ഭഗവത്ഗീതയെ പൂർണ്ണാർത്ഥത്തിൽ ഹിന്ദു മതഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീതയെ, ചാതുർവർണ്ണ്യത്തെ അരക്കെട്ടുറപ്പിക്കുന്ന ഭഗവത്ഗീതയെ, ഏറ്റവും ബന്ധുജനങ്ങളെ പോലും കൊന്നു ധർമ്മം നിറവേറ്റണമെന്ന് പറയുന്ന ഒരു ഹിന്ദു ടെക്സ്റ്റിനെ ഹിന്ദുക്കളുടെ ആത്മവീര്യം പിന്നെ ഉയർത്താൻ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്ന ഗാന്ധി, വേറൊരു ഭഗവത്ഗീതയെക്കുറിച്ച് ഗാന്ധി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും, അപ്പോൾ ആ ഭഗവത്ഗീത ഉണ്ടാക്കിയ ഒരു സാംസ്കാരിക പരിസരം, ഇപ്പം ഞാൻ സൂചിപ്പിച്ച ഈ 3 ഘടകങ്ങൾ, ഒന്ന് അവർ അനൗപചാരികമായി വിദ്യാഭാരതി പോലെയുള്ള ബദൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, സൈനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്പോൺസർഷിപ്പിലുള്ള സൈനിക സ്കൂളുകളിലൂടെ, ഈ ഗീതാ പ്രസ് പോലെയുള്ള സമാന്തരമായി പോകുന്ന അച്ചടി പ്രസിദ്ധീകരണശാലകളിലൂടെ, ഏറ്റവും പുതുതായി പറയുമ്പോൾ സിനിമകളിലൂടെ, ഏറ്റവും പുതിയതായി അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഇടമായി നമ്മൾ സിനിമകളെ കണ്ടാൽ വീര സവർക്കർ പോലെയുള്ള, കാശ്മീർ ഫയൽസ് പോലെയുള്ള, കേരളത്തിൽ ഈ സമീപകാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കേരള സ്റ്റോറി എന്ന പേരിലുള്ള വ്യാജ ഗീബൽസിയൻ നിർമ്മിതികളിലൂടെ എങ്ങനെയാണ് മനുഷ്യരുടെ മനസ്സിലേക്ക് വിദ്വേഷത്തിൻ്റെ, പിന്നെ അസംതൃപ്തിയുടെ, അസ്വസ്ഥതയുടെ, അപരമതവിദ്വേഷത്തിൻ്റെയൊക്കെ വിത്തുകൾ വിതയ്ക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആഴത്തിൽ, ഒരുപക്ഷെ ഈ പ്രശ്നത്തെ, ഈ കാര്യത്തെ ആഴത്തിൽ പഠിക്കാതെ നമുക്കിതിനെതിരായിട്ടുള്ളൊരു പ്രതിരോധം തീർക്കുക സാധ്യമല്ല. നമ്മൾ പെരിഫറലായി രാഷ്ട്രീയമായോ സാമൂഹ്യമായോ വിഷയങ്ങൾ കാണുന്നത് പോലെ സാംസ്കാരികമായി RSS എന്ന മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു ആഴത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സാംസ്കാരിക പരിസരത്തെ അഡ്രസ്സ് ചെയ്യാതെ ഇന്ത്യൻ ഫാസിസത്തിനെ നമുക്ക് മനസ്സിലാക്കുക സാധ്യമല്ല.